ഓക്കെ, നമ്മളിപ്പോൾ ഈ സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ Appspec.yml എന്ന് പറഞ്ഞൊരു YAML ഫയലാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം നമ്മളൊരു സാമ്പിൾ ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ സംഭവിക്കുമെന്ന് കണ്ട് മനസ്സിലായി കഴിഞ്ഞു, ഒരു എക്സാമ്പിൾ. പക്ഷേ ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് സംഭവിക്കുന്നത് ആക്ച്വലി നമ്മളെ ഈ പറഞ്ഞ ഒരു Appspec.yml നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ ആക്ച്വലി എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മളൊരു ഓവർവ്യൂ കണ്ടു കഴിഞ്ഞു Appspec-ൻ്റെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് Appspec.yml നോക്കി മനസ്സിലാക്കാം ഈ ഒരു സെഷനിൽ. ഓക്കെ, നമ്മൾ ഈ കോഡ് കമ്മിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് എടുക്കാം. കോഡ് കമ്മിറ്റിലാണ് നമ്മുടെ സോഴ്സ് ഫയൽസ് കിടക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾസിനെല്ലാം പുഷ് ചെയ്ത് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ നിന്ന് പുഷ് ചെയ്ത സോഴ്സ് ഫയൽസ് ഇതിൽ കിടപ്പുണ്ട്. പക്ഷേ അതിൽ Appspec വന്നിട്ടില്ല, കാരണം നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ നിന്ന് നമ്മൾ പിന്നീട് ഒരു പുഷിങ്ങോട് നടത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് ചെയ്ത് മനസ്സിലാക്കാം. നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം ആദ്യം. അപ്പോൾ ഇത് ജിറ്റ് കമാൻഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യും എന്നുള്ളത് ഓർമ്മയില്ലാത്തവർ ആദ്യത്തെ സെഷൻസ് കണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് ഓർക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെ ഈ ഒരു സെഷനൊന്ന് നമുക്കൊന്ന് ഉപകരിക്കും. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊന്ന് ഓർമ്മ വരും. അതായത് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിൽ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഈ ഒരു റിസോഴ്സ് ഫയൽസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ അതിൽ Appspec.yml അത് കഴിഞ്ഞിട്ടുള്ള നമ്മളിട്ട സ്ക്രിപ്റ്റ്സ് ഫോൾഡറൊന്നും നമ്മുടെ ഈ ഒരു കോഡ് കമ്മിറ്റിലോട്ട് പുഷായിട്ട് വന്നിട്ടില്ല. അതിന് മുമ്പുള്ള ഫയൽസും വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പെട്ടെന്ന് പുഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ Appspec ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ജിറ്റ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ അൺട്രാക്ഡ് ആയിട്ട് കിടക്കുന്ന ഫയൽസും ഡയറക്ടറീസുമാണ് ഇത്. Appspec ഫയലും പിന്നെ അവർ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറൊന്നും ട്രാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്യാം. ആദ്യം കമാൻഡ്സ് മറന്നുപോയവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മ വരും. ജിറ്റ് ആഡ് കൊടുത്തിട്ട് എല്ലാ ഫയൽസും ഒന്ന് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിറ്റ് ആഡ് കൊടുത്തിട്ട് ഡോട്ട് കൊടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം സ്പീഡിലൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ജിറ്റ് ആഡ് കൊടുത്തു. വീണ്ടും ഒന്ന് ജിറ്റ് സ്റ്റാറ്റസ് നോക്കാം. കണ്ടില്ല, അപ്പോൾ ഇത്രയും ഫയൽസ് ഇപ്പം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അത് കമ്മിറ്റ് ചെയ്യാം. ജിറ്റ് കമ്മിറ്റ് -m ആഡിങ് Appspec ഫയൽസ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണ് ഇപ്പം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി ജിറ്റ് പുഷ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അനേബിൾ ടു ആക്സസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വിർച്വൽ മെഷീനിലാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ പോകാറുണ്ട്. നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കണക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഈ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് വിർച്വൽ മെഷീൻ ഒന്ന് റീബൂട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാം ഇനി. ഓക്കെ, നമ്മുടെ ഇപ്പോൾ സിസ്റ്റം ബാക്ക് ഓൺലൈനായിട്ട് വന്നിട്ടുണ്ട്. റീബൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഓക്കെ, നെറ്റ്വർക്ക് ഇപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീണ്ടും ഒന്ന് ജിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പുഷ് ചെയ്താൽ മതി. അപ്പോൾ ജിറ്റ് പുഷ് കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് സെഷൻസിൽ ക്രിയേറ്റ് ചെയ്ത ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്, ഒരു സാം എന്ന് പറഞ്ഞ യൂസറിനുള്ള. അപ്പോൾ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കുക. നമ്മൾ സാധാരണ പുഷൊക്കെ ആദ്യം ചെയ്ത സമയത്ത് കൊടുത്ത് യൂസ് ചെയ്ത അതേ യൂസർ തന്നെയാണ്. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കുക. സാം എന്ന് പറഞ്ഞ ആ ഒരു യൂസറും കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പാസ്വേഡും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡ്. അപ്പോൾ ഈ സീരീസ് ആദ്യമേ ഫോളോ ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർ ആദ്യത്തെ സെഷന് ആ കോഡ് കമ്മിറ്റിൻ്റെ സെഷന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. അപ്പോൾ പുഷ് കൊടുത്തിരിക്കുകയാണ്. പുഷിങ് നടന്നു കഴിഞ്ഞു. നമുക്ക് ഇനി നമ്മുടെ കോഡ് കമ്മിറ്റ് റെപ്പോസിറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ പുഷ് ചെയ്ത ഫയൽസ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് ഓക്കെ, അപ്പോൾ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽസും കൂടെ, അതായത് Appspec.yml ഫയലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്സ് ഡയറക്ടറിയും അതിനകത്തുള്ള ഫയൽസും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു Appspec.yml എന്ന് പറഞ്ഞ ഒരു ഫയലാണ്. നമ്മൾ ഓൾറെഡി ഒന്ന് ഓടിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കാം ഓരോ ലൈൻസും എന്തിനുള്ളത് ആണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ Appspec.yml എന്ന് പറയുന്ന ഒരു ഫയലാണ് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് മെയിനായിട്ട് വന്നിട്ട് ഒന്ന് ഫയൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഹുക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അങ്ങനെ 2 സെക്ഷൻസാണ് ഒന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് വെർഷൻ അതിപ്പം 0.0 ആണ് നമുക്കുള്ളത്. പിന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കോഡ് ഡിപ്ലോയ് ചെയ്യുന്നത് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ടാണ് നമ്മുടെ കോഡ് ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കിവിടെ ലിനക്സ് ആണുള്ളത്. നമ്മളത് ഇമേജ് എല്ലാം ചൂസ് ചെയ്ത സമയത്ത് നമ്മൾ ലിനക്സ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ലിനക്സ് തന്നെയാണ്. പിന്നീട് ഫയൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് നമുക്ക് നമ്മുടെ സോഴ്സ് ഫയൽ ഏതൊക്കെ ഫയൽസാണ് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സോഴ്സിൽ നിന്ന് പിന്നീട് ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുവന്നിടേണ്ടത്, ഡിപ്ലോയ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സോഴ്സ് ഫയൽസ് എന്തൊക്കെ വേണം? ഇപ്പം ഞാനിപ്പം നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്ലാഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഒരു റൂട്ടിലുള്ള എല്ലാ ഫയൽസും നമുക്ക് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ഓൾറെഡി നമ്മുടെ S3 കൊണ്ടുചെന്ന് ഇട്ടിട്ടാണ് ഞാനത് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. S3 നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡ് നമ്മളൊരു കമാൻഡ് ലൈൻ വെച്ചിട്ട് CLI വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് നമുക്ക് ഈ ഡിപ്ലോയ്മെൻറ്റ് ബക്കറ്റ് ഡോട്ട് Trivandrum എന്ന് പറഞ്ഞൊരു നമ്മുടെ ആ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ സിപ്പ് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. ഒരു ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ഉള്ള ഈ എല്ലാ ഫയൽസും നമുക്ക് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ആപ്സ്പെക്കിൽ ഈ ഫയൽ സെക്ഷൻ സോഴ്സിൻ്റെ സെക്ഷനിൽ സ്ലാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിന് പകരം നമുക്ക് ഇപ്പോൾ index.html എന്ന് പറഞ്ഞ ഫയൽ മാത്രം നമുക്ക് ഡിപ്ലോയ് ചെയ്താൽ മതി ആ ഒരു EC2 ഇൻസ്റ്റൻസിലോട്ട് ഈ കോഡ് ഡിപ്ലോയ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പം ഈ /index.html എന്ന് പറഞ്ഞു കൊടുത്തേനെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡെസ്റ്റിനേഷനാണ്. ആ ആവശ്യമുള്ള ഫയൽസ് എങ്ങോട്ടാണ് കൊണ്ടിടേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷനാണ് പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ പാത്ത്. ആക്ച്വലി ഇപ്പോൾ ഇത് അപ്പാഷെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത് ആ ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് റൂട്ടിൻ്റെ പാത്താണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് /var www/html എന്നുള്ളത്. നമുക്ക് ആ ഒരു EC2 ഇൻസ്റ്റൻസിൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ cd/var www/html. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനൊരു പാത്രം നമുക്ക് LS കമാൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൾറെഡി നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ ഫയൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാത്താണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് അപ്പാഷെ റണ്ണാണോ എന്നറിയാൻ നമുക്ക് systemctl സ്റ്റാറ്റസ് അപ്പാഷെ 2 ഇത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ചിലപ്പം സിൻറ്റാക്സ് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതിൽ നമുക്ക് അപ്പാഷെ 2 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് റണ്ണിങ് ആണോ എന്നൊക്കെ അറിയുന്നതിന് നമുക്ക് ഇങ്ങനെ systemctl ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയാൽ അപ്പാഷെ 2 റണ്ണിങ് ആണെന്ന് നമുക്കിവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒന്നും വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഇതൊരു ഡെവോപ്സ് കോഴ്സാണ്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽസിലോട്ട് ഒരുപാട് കടന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെഷൻസ് മുന്നോട്ട് നീങ്ങില്ല. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ആ സോഴ്സിൽ നിന്ന് എല്ലാ ഫയൽസും എടുത്തിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ട് ഇട്ടു. ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് അപ്പാഷെ ഡോക്യുമെൻറ്റ് റൂട്ടാണ് ബൈ ഡിഫോൾട്ട്. പിന്നെ ഉള്ളത് ഹുക്സ് ആണ്. ഹുക്സിലാണ് നമ്മൾ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് നടക്കുമ്പോൾ സംഭവിക്കുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ആക്ച്വലി ഹുക്സിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഹുക്സിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെക്ഷൻസും ഡിപ്ലോയ്മെൻറ്റ് നടക്കുമ്പോൾ അതാത് രീതിക്ക് അത് ഓരോന്നായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സ്ക്രിപ്റ്റ്സ് റൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്സിലാണ് ആക്ച്വലി ഡിപ്ലോയ്മെൻറ്റ് സമയത്ത് എക്സിക്യൂട്ട് ആവേണ്ട നമ്മുടെ സ്ക്രിപ്റ്റ്സ്, ഈ SH സ്ക്രിപ്റ്റ്സ്, ഈ ഷെൽ സ്ക്രിപ്റ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഷെൽ സ്ക്രിപ്റ്റ്സും ഇട്ടിരിക്കുന്നത് സ്ക്രിപ്റ്റ്സ് കണ്ടില്ലേ, ഇപ്പോൾ സ്ക്രിപ്റ്റ്സിനകത്താണ് വരുന്നത്. എല്ലാ സ്ക്രിപ്റ്റ്സും വന്നിരിക്കുന്നത് നമ്മളൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഈ പറഞ്ഞ സ്ക്രിപ്റ്റ്സും സോഴ്സ് ഫയൽസും എല്ലാം തന്നെ ആദ്യത്തെ സോഴ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാരണം അത് ഡിപ്ലോയ് ആവും. അപ്പോൾ അതിനകത്താണ് പിന്നീട് ഓരോ ഷെൽ സ്ക്രിപ്റ്റ്സും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഹുക്സിനും അനുസരിച്ചിട്ടാണ് ഡിപ്ലോയ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹുക്സ്, അതായത് ഞാനിപ്പോൾ ഇതൊരു നോട്ട് പാഡിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻസ് കണ്ടില്ലേ, സെയിം ഫയൽ തന്നെയാണ്. കാരണം നമ്മൾ ഇനി അത് ഈ ഓരോ ഡയറക്ടറി ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം. ഓക്കെ, സെയിം ഫയൽ തന്നെയാണ്. അപ്പോൾ ഓരോ ഹുക്സ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഫസ്റ്റ് ഹുക്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റോപ്പാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്നുകൂടെ ഓർക്കുക. അതായത് കോഡ് ഡിപ്ലോയ് നമ്മൾ ചെയ്തു, കോഡ് ഡിപ്ലോയിൽ ഡിപ്ലോയ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞ് അതിൽ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ നടത്തി. അപ്പോൾ അതിനകത്ത് വ്യൂ ഇവൻറ്റ്സ് ഉണ്ട്. ആ ഒരു കറസ്പോണ്ടിങ് ഡിപ്ലോയ്മെൻറ്റിൽ സംഭവിച്ച ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ലിങ്ക് കിട്ടും, വ്യൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ, അതിനകത്ത് ഓരോ ഇവൻറ്റും നമ്മൾ പറഞ്ഞു ആ ഹുക്സിൽ പറഞ്ഞു കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ ഇവൻറ്റ്സ് ഇവിടെ സംഭവിക്കുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റോപ്പാണ്. കണ്ടില്ലേ, ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഹുക്കാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോപ്പിനകത്ത് എന്താ സംഭവിക്കേണ്ടത്, ഈ ഒരു സ്ക്രിപ്റ്റ്സ് ഡയറക്ടറിക്കകത്തുള്ള ഈ stop_server.sh എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് റൺ ആവുകയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് ബാക്ക് എടുക്കാം നമുക്ക്. അതിനകത്ത് നമുക്ക് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത്
സ്റ്റോപ്പ് സെർവർ, അതാണ് നമുക്ക് ആദ്യത്തെ ഹുക്കിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പാഷെ റണ്ണിങ് ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനാണ് ഈ എക്സിസ്റ്റ് ആപ്പ് ഈക്വൽ പി ഗ്രപ്പ് അപ്പാഷെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ബേസിക് ലിനക്സ് കമാൻഡ്സ് ആണ്, ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പാഷെ ഓൾറെഡി റണ്ണിങ് ആണെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പായിട്ട്, പുതിയ ഫയൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റോപ്പ് സെർവർ .sh എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പാഷെ ഓൾറെഡി റണ്ണിങ് ആണോ എന്ന് ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. നെക്സ്റ്റ് ഹുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ശരിക്കും നമുക്ക് ബിഫോർ ഇൻസ്റ്റാൾ ആണ് വേണ്ടത്. ഞാൻ എഴുതിയപ്പോൾ അത് മാറിപ്പോയതാണ്, ആദ്യം ആഫ്റ്റർ ഇൻസ്റ്റാൾ ആയിപ്പോയി, അത് കുഴപ്പമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇത് മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ബിഫോർ ഇൻസ്റ്റാൾ തന്നെയാണ് വരുന്നത്. ബിഫോർ ഇൻസ്റ്റാളിൽ അടുത്ത ഹുക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്റ്റിനകത്തുള്ള install_dependencies.sh എന്ന് പറഞ്ഞ ഈ ഫയൽ. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പാഷെ ഓൾറെഡി ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അപ്പാഷെ വേണം നമുക്കിവിടെ വെബ് സെർവറായിട്ട് ആ ഒരു സാമ്പിൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്റ്റ് ഇൻസ്റ്റാൾ അപ്പാഷെ 2 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ്. അപ്പോൾ ഉബുണ്ടുവിൽ എങ്ങനെ അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ഡോക്യുമെൻറ്റേഷൻ കിട്ടി, ഡിജിറ്റലോഷൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ കമാൻഡ് എനിക്ക് അവിടെ വന്നത്. അല്ലാതെ ഈ കമാൻഡ് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്, കാരണം അത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഓരോ മെത്തേഡിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പം റെഡ് ഹാറ്റ് ഫ്ലേവേഴ്സിലാണെങ്കിൽ ഇപ്പോൾ കമാൻഡ് നമ്മൾ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യും. ഇതിപ്പോൾ ഡെബിയൻ ഉബുണ്ടു ആയതുകൊണ്ട് ഞാൻ ആപ്റ്റ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോഗ്സ് അതിന് കിട്ടും, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പാക്കേജസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ അപ്പാഷെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അടുത്ത ഹുക്കിൽ. അപ്പോൾ നമുക്കിനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത നമുക്ക് ആഫ്റ്റർ ഇൻസ്റ്റാൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ഇൻസ്റ്റാളിൽ എന്താണെന്ന് സംഭവിക്കുന്നത് നോക്കാം. after_install.sh എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കേണ്ടത്? അപ്പം കണ്ടില്ലേ, ഇത് സെഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീം എഡിറ്റർ, ഒരു കമാൻഡ് യൂട്ടിലിറ്റിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ടെക് എന്ന് പറഞ്ഞ ആ ഒരു index.html എന്ന് പറഞ്ഞ ആ ഒരു ഫയലിൽ ടെക് എന്ന് പറഞ്ഞൊരു വേർഡ് എവിടെയൊക്കെ ഉണ്ടോ അതിനെ റീപ്ലേസ് ചെയ്ത് ദിസ് ഈസ് ഡിപ്ലോയിഡ് യൂസിങ് കോഡ് ഡിപ്ലോയ് എന്നും പറഞ്ഞ് ആക്കാനായിട്ട്. ഇത് ഒരു സ്ട്രീം എഡിറ്റർ കമാൻഡാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഫയൽസ് മാനിപ്പുലേഷൻ, സ്ട്രിങ്സ് മാറ്റാം, അങ്ങനെയൊക്കെ. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് സെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ആഫ്റ്റർ ഇൻസ്റ്റാളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുന്നത് ഈ ഹുക്കിനകത്ത് ആഫ്റ്റർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡെക്സ് ഫയലിൻ്റെ പെർമിഷൻ ഒന്ന് മാറ്റാനായിട്ട് അപ്പാഷെക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആഫ്റ്റർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അപ്പാഷെ സ്റ്റോപ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പാഷെ ഒന്നിൽ ഓൾറെഡി റണ്ണിങ് ആയിരുന്നെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യമേ പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പാഷെ ഇല്ലായിരുന്നെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് സ്റ്റാർട്ട് സെർവറാണ്. സ്ക്രിപ്റ്റിനകത്ത് സ്റ്റാർട്ട് സെർവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഹുക്കാണ്. അപ്പോൾ അതിനകത്ത് എക്സിക്യൂട്ട് ആവുന്നത് ഈ ഒരു സ്ക്രിപ്റ്റാണ്, ഷെൽ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിനകത്തുള്ള start_server.sh എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സിസ്റ്റം CTL സ്റ്റാർട്ട് അപ്പാഷെ 2. അപ്പോൾ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ അപ്പാഷെ സെർവർ നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് EC2 ഇൻസ്റ്റൻസിൽ റണ്ണിങ് സ്റ്റേറ്റിലാവും. പിന്നീട് ഉള്ളത് നമുക്ക് വാലിഡേറ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റാണ്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റിനകത്ത് validate_service. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഈ ഒരു ലോക്കൽ ഹോസ്റ്റിൽ അപ്പാഷെ റണ്ണിങ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോർട്ട് 80ൽ എന്നിട്ട് അതിൽ ഈ ഒരു വേർഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് grep കമാൻഡ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാലിഡേറ്റ് സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹുക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നീട് ഒരു കാര്യം, ഇവിടെ 1-2 കാര്യങ്ങളും കൂടെ പറയാനുള്ളത്. നമുക്ക് ഇതിൽ നമ്മുടെ Appspec ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഔട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ റൺ ചെയ്തു നമ്മളിവിടെ, ഇപ്പം സ്റ്റോപ്പ് സെർവറോ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ഡിപ്പെൻഡൻസീസ് തന്നെ കേസ് തന്നെ എടുക്കാം. നമുക്ക് അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ ആ ഒരു റെപ്പോസിറ്ററിയിൽ അപ്പാഷെ കിട്ടുന്നില്ലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻഡിഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്കൊരു ടൈം ഔട്ട് അതിന് കൊടുക്കാം. ഇപ്പോൾ 300 സെക്കൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ട്രൈ ചെയ്തിട്ട് അത് ടൈം ഔട്ട് ആവും. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ടൈം ഔട്ട് കൊടുക്കുന്നത്. പിന്നെ റണ്ണാസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ ഇപ്പോൾ സ്യൂഡോ ഉപയോഗിച്ചിട്ട് റൂട്ടായിട്ട് റൺ ചെയ്യാൻ ഓരോ പ്രാവശ്യം കമാൻഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു ആപ്സ്പെക്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. റണ്ണാസ് റൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ ഇൻസ്റ്റാൾ ഡിപ്പെൻഡൻസീസ് ഈ ഒരു ഇപ്പോൾ സ്യൂഡോ ഇവിടെ ശരിക്കും നമ്മൾ സ്യൂഡോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഇവിടെ നമ്മൾ റൺ ആസ് റൂട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് റൂട്ടായിട്ട് തന്നെ അത് ആ ഒരു കമാൻഡ് എല്ലാ കമാൻഡ്സും എക്സിക്യൂട്ട് ആവും. ഇൻസ്റ്റാൾ ചെയ്യുന്ന കമാൻഡ്സ് ബാക്കി എല്ലാ കമാൻഡ്സും ഇവിടെ റൺ ആസ് റൂട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ആപ്സ്പെക് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ് ബിൽഡിന് നമുക്ക് buildspec.yml ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കോഡ് ഡിപ്ലോയ്മെൻറ്റിന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു ഫയലാണ് ആപ്സ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ കോഡ് ഡിപ്ലോയ്ക്ക് നമുക്ക് ബിൽഡ്സ്പെക്കും കോഡ് ബിൽഡിന് നമുക്ക് ബിൽഡ്സ്പെക്കും കോഡ് ഡിപ്ലോയ്ക്ക് നമുക്ക് ആപ്സ്പെക്കും, അങ്ങനെ 2 ഫയൽസാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന YAML ഫയലായിട്ട് നമുക്കിവിടെ വരുന്നത്, ഈ 2 സ്റ്റേജിലും വരുന്നത്. അപ്പോൾ അത് രണ്ടും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഹുക്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം, എന്ത് ആക്ഷൻസ് വേണമെങ്കിലും ലോജിക്കലി നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ. ഇതിലിപ്പം കണ്ടാൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്കിപ്പം ഒരു സാമ്പിൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തായാലും ഒരു വെബ് സെർവർ വേണം. അപ്പോൾ ആ വെബ് സെർവർ ഉണ്ടെങ്കിൽ ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ അത് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫയൽസിനകത്ത് എന്തെങ്കിലും പെർമിഷൻസോ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുകയോ ഇൻഡെക്സ് ഫയൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനിടയ്ക്കൊക്കെ ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പുതിയ ഫയൽസ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് റൂട്ടിൽ കൊണ്ട് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടിടണമെങ്കിൽ ഇടാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഹുക്സിൽ കൊടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും ഫ്ലെക്സിബിളാണ് നമുക്ക് ഈ Appspec.yaml എന്ന് പറഞ്ഞ ഫയൽ. അതിനകത്ത് ഹുക്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ ഓരോന്നും എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് എപ്പോഴും ഡോക്യുമെൻറ്റേഷനിൽ ഉള്ളതിൻ്റെ ഒരു 30 അല്ലെങ്കിൽ 40% കാര്യങ്ങൾ പോലും നമുക്ക് ഒരു ട്യൂട്ടോറിയൽസിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഒരു കോർ ഐഡിയ തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഓരോ പ്രൊജക്റ്റീവ് സിനാരിയോസ് വരുന്ന അനുസരിച്ചും ഡോക്യുമെൻറ്റേഷൻ റെഫർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവണം, അതാണ് വേണ്ടത്. അല്ല നമുക്ക് ഫുൾ ഡോക്യുമെൻറ്റേഷൻ പഠിച്ചിട്ട് ഒരിക്കലും ഒരു പ്രൊജക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഒരു ബേസിക് ഐഡിയ, ഒരു കോർ ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ് ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻസ് റെഫർ ചെയ്ത് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതാണ് ഇതിൽ മെയിനായിട്ട് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്. ലിനക്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ മതി, ഒരുപാട് കോർ ഡെപ്തിൽ വേണമെന്നില്ല. ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവർക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ്സ് ഒക്കെ എഴുതുമ്പോൾ അതിനെക്കുറിച്ചൊരു ഡൗട്ട്സ് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ നമ്മുടെ ലിനക്സ് കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, അതൊന്ന് പഠിക്കുക. അത് ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന രീതിയിൽ ബിഗിനേഴ്സ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നമ്മുടെ L.M.S പ്ലാറ്റ്ഫോമിലുണ്ട്. അതല്ല ഇത് തന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു സ്പെസിഫിക് സെഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ Q&A സെക്ഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക നല്ലതുപോലെ. ഈ ആപ്സ്പെക്കും അതുപോലെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ബിൽഡ്സ്പെക്കും അതൊക്കെ നല്ലൊരു കോർ ഐഡിയ നല്ലപോലെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു കോഡ് കമ്മിറ്റിൽ നമ്മുടെ ഫയൽസ് കിടപ്പുണ്ട്. പക്ഷേ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫയൽസ് നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് കൊണ്ടിട്ട് നമ്മളൊരു S3 കൊണ്ടിട്ടിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് നടത്തിയത്. നമ്മുടെ ആ ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് സിപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഡിപ്ലോയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു കോർ ഐഡിയ ഉണ്ടാക്കി വെക്കുക. എല്ലാം കൂടെ മിക്സപ്പായി പോകരുത്, ഐഡിയാസ് പലത് ആയിട്ട്. അപ്പോൾ എല്ലാം ഒരു സീരീസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് വരിക. പ്രാക്ടിക്കൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടയ്ക്ക് നോക്കിയെടുത്ത് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, Q&A സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇനി.